ഏതായാലും ഈ കശാപ്പ് വലിയ വിഷയമായി മാറി. മാധ്യമങ്ങൾ അങ്ങനെ മാറ്റി. പകുതി കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അർത്ഥസത്യങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത് നല്ലൊരു പ്രവണതയല്ല. കാരണം എന്താണ്? ഇത് സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ്. ആ വിധി അനുസരിച്ച് കശാപ്പിനെ നിരോധിച്ചിട്ടില്ല. അത് പോസ്റ്റിനകത്തൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കശാപ്പ് നിരോധനമല്ല, കാർഷിക ചന്തകളിൽ കശാപ്പ് ചെയ്യാൻ വേണ്ടി മൃഗങ്ങളെ വിൽക്കുന്നതും വാങ്ങുന്നതും 1960 നെഹ്റു സർക്കാർ ഉണ്ടാക്കിയ നിയമത്തിന് വിരുദ്ധമായതുകൊണ്ട് അതിനെ തടയണമെന്ന് സർക്കാരിനോട് സുപ്രീം കോടതി ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. സുപ്രീം കോടതി നിർദ്ദേശം നടപ്പിലാക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളാണ്. അല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയില്ല. നിയമം അങ്ങനെ ഒരു ദിവസം കൊണ്ടുണ്ടാക്കാൻ സാധ്യമല്ല. പാർലമെന്റും ഒക്കെ ഇല്ലേ ഇവിടെ? അതിനെല്ലാം കവച്ചു വെച്ചുകൊണ്ട് ഗവൺമെന്റ് അങ്ങനെ ഒരു നിരോധനം ചെയ്യുമോ? ഇതിപ്പം ഈ റംസാൻ നോയമ്പ് നാളെ തിളങ്ങാൻ പോവുക മിക്കവാറും സ്ഥലങ്ങളിൽ. അപ്പൊ മുസ്ലിം സമുദായത്തിലുള്ള സഹോദരന്മാരെ ഒരുമാതിരി പേടിപ്പിക്കാനോ പ്രകോപിപ്പിക്കാനോ ഉള്ള ഒരു മാർഗമായിട്ട് ഇത് തെരഞ്ഞെടുത്തത് വളരെ വേദനാജനകമാണ്. മാധ്യമങ്ങൾ അങ്ങനെ ചെയ്തത്. മാതൃഭൂമി പോലും അതിന്റെ ആ കാര്യം മറച്ചുവെച്ചു. സത്യം മറച്ചുവെച്ചുകൊണ്ട് വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുന്നതല്ല മാധ്യമധർമ്മം. സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നു. ആ വിധിപ്രകാരം എന്ത് ചന്തകളാണ്? കാർഷിക കാലിച്ചന്തകൾ ഇന്റർനാഷണൽ ബോർഡറുകളിൽ നിന്ന് 50 കിലോമീറ്ററും ഇന്റർ സ്റ്റേറ്റ് ബോർഡറുകളിൽ നിന്ന് 25 കിലോമീറ്ററും. ഈ ദൂരപരിധിയെല്ലാം 1960 നെഹ്റു സർക്കാർ ഉണ്ടാക്കിയതാണ്. ആ നിയമത്തിനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരാൾ ഹർജി കൊടുത്തതാണ്. ഇത് സെയിം കേസാണ്. ഇതിപ്പോ ഏതെങ്കിലും ഒരു മാർക്സിസ്റ്റുകാരൻ കേൾക്കുന്നുണ്ട്, അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് സെൻകുമാറിനെ പോലീസ് മേധാവിയാക്കി നിയമിച്ചത് എന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ മറുപടി സുപ്രീം കോടതിയിലെ ഉത്തരവനുസരിച്ചാണ്. അതേ ഉത്തരവനുസരിക്കാൻ നരേന്ദ്രമോദിക്കും കേന്ദ്ര ഗവൺമെന്റിനും ബാധ്യതയുണ്ട്. ആ ബാധ്യതയാണ്. ആ ബാധ്യത കൃത്യമായിട്ട് പറയുന്നുണ്ട്. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ, ഇപ്പൊ നമ്മൾ പശുവിനെ വളർത്തിയാലും പോത്തിനെ വളർത്തിയാലും എരുമയെ വളർത്തിയാലും അതിനെ കൊന്നു തിന്നുന്നതിന് യാതൊരു വിരോധവുമില്ല. അതുപോലെ അധികൃതമായിട്ട്, അനധികൃതമായിട്ടല്ല, നിയമപരമായിട്ട് പ്രവർത്തിക്കുന്ന കശാപ്പ് ശാലകൾക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ ഒരു വിഷയം വരുന്നുണ്ടോ? നിങ്ങൾ ഓർക്കണം, നമുക്ക് പഞ്ചസാര കിട്ടുന്നുണ്ട്. പഞ്ചസാര ഫാക്ടറികളിൽ എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്യാതെ പഞ്ചസാര ആ വൈറ്റ് കളറിൽ നമുക്ക് കിട്ടുകയില്ല. അതുപോലെ എല്ലുപൊടി കാർഷിക മേഖലയ്ക്ക് വലിയ തോതിൽ ആവശ്യമുള്ള ഒരു സാധനമല്ലേ എല്ലുപൊടി? അതുപോലെ തുകൽ വ്യവസായമോ, ചെരുപ്പ്, ബാഗ്, പേഴ്സ്, ഇതെല്ലാം ഉണ്ടാക്കണ്ടേ? ഇതിനപ്പുറത്ത് വേറെ സാധനം കൊണ്ടുണ്ട്. മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കുന്ന, ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ടാബ്ലറ്റ് അല്ല, ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഒരു ക്യാപ്പ്, 2 ക്യാപ്പിനകത്ത് ഈ പൊടി നിറച്ച മരുന്നുകളാണ് ക്യാപ്സ്യൂൾ. ആ ക്യാപ്സ്യൂൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു സാധനം ആവശ്യമുണ്ട്. അതെവിടുന്നാണ് എടുക്കുന്നത്? മൃഗങ്ങളുടെ എല്ലിനകത്തുള്ള മജ്ജ ഉപയോഗിച്ചാണ് ആ സാധനം എടുക്കുന്നത്. ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഓസിൻ എന്നാണ് ആ സാധനത്തിന്റെ പേര്. ഓസിൻ ഉണ്ടാക്കുന്നത് എവിടുന്നാണ്? ആ ഇൻഡസ്ട്രി എല്ലാം കൂടെ തകർന്നു പോകില്ലേ? അങ്ങനെ ഒരു തീരുമാനം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുക്കുമോ? അതും പാർലമെന്റ് പോലും അറിയാതെ ഒരു രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒരു പകൽ കൊണ്ടോ അങ്ങനെ ഒരു നിയമം നിർമ്മിക്കാൻ സാധ്യമാണോ? ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിലും ചിലരൊക്കെ അതങ്ങ് ഏറ്റുപാടുകയാണ്. ചിലരൊക്കെ ഇതിനകത്ത് ഇതും വിട്ടുകളഞ്ഞു. എന്ത്? ബീഫ് ഉണ്ടാക്കുന്നതിനുള്ള, ബീഫ് കറി വെക്കുന്നതിനുള്ള ചില റെസിപ്പികൾ. അതിന് 1ാം തരം റെസിപ്പി വേണേ ഞാൻ തരാം. നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുമുണ്ട്. ഞാൻ കഴിക്കാത്തത് എന്നാന്ന് വെച്ചാൽ ഇത് റെഡ് മീറ്റ് കഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടും എനിക്ക് കുറച്ച് കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ടും, അത് തന്നെയല്ല അങ്ങനെ നിരന്തരം കഴിച്ച പല ആളുകൾക്കും ഒരു 50-55 വയസ്സിനകത്ത് അവരുടെ ദേഹത്ത് ഓപ്പറേഷൻ കത്ത് കയറിയിട്ടുണ്ടെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കഴിക്കാത്തത്. ഇവിടെ ആൾക്കാർ വർഗീയമായിട്ടല്ല ജീവിക്കുന്നത്. ഈ രാജ്യത്ത് ഒരിക്കലും അങ്ങനെ വർഗീയമായ നിയമങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. അത് നടക്കുന്ന കാര്യവുമല്ല. ലോകം മുഴുവൻ ഒരു ഗ്രാമമായി മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ലോകത്തിന് മുന്നിലോട്ട് ചെല്ലാൻ പറ്റുമോ? ഇവിടെ ഇതിനെയൊന്നും കൊല്ലാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നും പറഞ്ഞു. കാരണം ഇന്ത്യ മറ്റു രാജ്യങ്ങളെ പോലെയല്ല. ലോകം മുഴുവൻ ഇന്ത്യക്കാരുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യക്ക് പലവിധ ബന്ധങ്ങളും
ലോകത്തെ മുഴുവൻ രാജ്യങ്ങളുമായിട്ടുണ്ട്. ലോകം മുഴുവൻ ഇന്ത്യ അറിയപ്പെടുന്നത് ഏറ്റവും വലിയ സഹിഷ്ണുതയുള്ള ഒരു രാജ്യം എന്നുള്ള നിലയ്ക്കാണ്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനുമായിട്ടുണ്ടായ പ്രശ്നത്തിനകത്ത് ഇറാൻ പറഞ്ഞ തന്നെ, ഇറാൻ പറഞ്ഞ് ഇന്ത്യക്കാരോട് കളിക്കുന്ന പോലെയല്ല, ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ല, അടിമ വെച്ച് തരുമെന്നാണ്. എന്നാൽ ഇന്ത്യയുടെ ക്ഷമയാണ് ഇറാൻ പോലെയുള്ള രാജ്യം പോലും പറഞ്ഞത്. ഇന്ത്യ എത്ര ക്ഷമയുള്ള രാജ്യമാണ്. അവരോട് കയറി കളിക്കുന്ന പോലെ ഞങ്ങളോട് കയറി ചൊറിഞ്ഞല്ലോ, എന്നാൽ ഞങ്ങൾ വെച്ച് കീറുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു സമയം നോക്കി ഒരു പണി ചെയ്യുന്നതാണ് മാധ്യമങ്ങൾ. അത് വലിയ ചെറ്റത്തരമല്ലേ? സമയം എന്താണ്? നാളെയല്ലേ നാളെ കഴിഞ്ഞ് മുസ്ലിങ്ങൾ നോമ്പ് കിടങ്ങാണ്, ഒറ്റൻ്റെ കിടക്കുന്നെന്നും പറഞ്ഞ് അവരെ പ്രകോപിപ്പിക്കുക. എന്നിട്ട് അവരെവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക, അല്ലെ അവരുടെ മനസ്സിന്റെ ശാപയിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് അവർ ചില പിള്ളേരൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ 4 തെറി എഴുതി വിടുക. ഇതാണോ വേണ്ടത്? നമുക്കറിയാം കേരളത്തിലോട്ട് വരുന്നതൊക്കെ ഈ മറ്റു സ്ഥലങ്ങളിൽ ഉപയോഗശൂന്യമായിട്ടുള്ളതും രോഗം പിടിച്ചതും അഴുകിയ മാംസം വരെ കേരളത്തിലെ ഹോട്ടലുകളിൽ വിൽക്കുന്നുണ്ട്. അത് മേടിച്ച് കഴിച്ച് അസുഖവും വരുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ നിയമപരമായിട്ടുള്ള ഒരു സംവിധാനം വരുന്നത് നല്ലത് തന്നെയാണ്. ഗൾഫിലൊക്കെ പോയെന്ന് നോക്കണം, അവിടുത്തെ മാംസ മാർക്കറ്റിലോ മത്സ്യ മാർക്കറ്റിലോ എങ്ങാനും ഒരു അഴുകിയ മീൻ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി അവിടെ പാഴ്സൽ കിട്ടും. ആ രീതി മദ്യത്തിന്റെ ആയാലും എന്തിന്റെ ആയാലും ഇവിടുത്തെ ഉള്ള കച്ചവടവും കാര്യങ്ങളുമെല്ലാം അനധികൃതമാണ്. അനധികൃതമായിട്ട് ചെയ്യാനാണ് നമുക്ക് ഇഷ്ടം, അന്നേരം ലാഭം കൂടുതലും. ഈ മാധ്യമങ്ങൾ എന്തിനാണ് ഈ ഇത്തരം ഇതിന് കൂട്ടുനിൽക്കുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എവിടെ ഭിന്നിപ്പുണ്ടാക്കാമെന്നാണോ ആലോചിക്കേണ്ടത്? ഭിന്നിപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്നല്ല, സാഹോദര്യം എങ്ങനെ വളർത്തണമെന്നാണ് നോക്കേണ്ടത്. കണ്ടുപിടിക്കേണ്ട അനുകരണീയമായ ഒരുപാട് കാര്യങ്ങളുണ്ട് രാജ്യത്ത് നടക്കുന്നത്. ഇപ്പം വളരെ വേദനയോടെ ഞങ്ങളോട് പറയാൻ പറ്റും. ഇപ്പം തിരുവനന്തപുരം നഗരവാണ്ടേ ചീഞ്ഞ് നാറാൻ പോവുക, 2 മഴയും കൂടെ പെയ്താൽ. സായി ട്രസ്റ്റ് അതിന് നല്ല ഒന്നാന്തരം പദ്ധതി കൊടുത്തു, ഒറ്റ ദിവസം കൊണ്ട് ക്ലീൻ ചെയ്തു തരാം, കോടിക്കണക്കിന് രൂപയുടെ കട ഉണ്ടേലും വേണ്ടി ഇനിയും തീർത്തേക്കാം എന്ന് പറഞ്ഞു, ചെയ്തേക്കാം എന്ന് പറഞ്ഞു. അത് കൊണ്ടുപോയിടാൻ പാറമടകൾ അന്വേഷിച്ചപ്പോൾ രാഷ്ട്രീയം കൊണ്ടല്ലേ, മാലിന്യം വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന കേരളം, അതിന് കൂട്ടുനിൽക്കുന്ന മാധ്യമങ്ങൾ. അപ്പം ഇത്തരം വ്യാജ വാർത്തകൾ കണ്ടിട്ട് പോസ്റ്റ് ഇടുന്നവരായാലും ശരി, മനസ്സ് വേദനിക്കുന്നവരായാലും ശരി, എനിക്ക് നിങ്ങളോട് പറയാനൊന്നേ ഉള്ളൂ, ഇതൊക്കെ കാര്യകാരണങ്ങൾ അറിഞ്ഞിട്ടും കണ്ടിട്ടും പ്രതികരിക്കുക. ഒരു ദിവസം കൊണ്ടൊന്നും ഒരു നിയമവും ഉണ്ടാക്കാൻ രാജ്യത്ത് ആർക്കും അധികാരമില്ല. അങ്ങനത്തെ രാജ്യമല്ല നമ്മുടെ രാജ്യം. ഇത്തരം തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. ഇത് മൃഗസംരക്ഷണ വ്യവസായം മാത്രമല്ല, ഈ കശാപ്പ് വ്യവസായവും വലിയ വ്യവസായം തന്നെയാണ്. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാണ് ഓസിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇതൊന്നും സർക്കാർ അങ്ങനെ ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും മനോവേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഇത് സർക്കാരിനെ ന്യായീകരിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല. അതിനെനിക്ക് ആരും അതിന് ഇത് ഒന്നും തരുന്നുമില്ല, എനിക്ക് ആ പണിയില്ല. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരിലാണ് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇടപെടുന്നത്. ഇപ്പോ നിങ്ങളെ വന്ന് ഈ രാത്രിയിൽ ഇങ്ങനെ ഒരു ലൈവിലൂടെ ശല്യം ചെയ്തതിന് എന്നോട് ക്ഷമിക്കുക. കാരണം ഇതേ ഉള്ളൂ കാര്യം. ആ കാര്യമറിയുക, അതിന്റെ കാരണങ്ങളിലേക്കും നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് അന്വേഷിക്കുക. മാധ്യമങ്ങളുടെ ബുദ്ധിയോ ഇതര തൽപരകക്ഷികളുടെയും അതേപോലെ തന്നെ കുബുദ്ധികളുടെയും ചിന്തകളെ നിങ്ങളുടെ ചിന്തകളാക്കി മാറ്റാതിരിക്കുക. സ്വതന്ത്രമായി ചിന്തിക്കുക. നാം സ്വതന്ത്ര പൗരന്മാരാണ്. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ, ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ നാം ഓരോരുത്തരുമാണ് ഭരണഘടന അനുശാസിക്കുന്ന പരമാധികാരി ഭാരത പൗരനാണ്. പൗരൻ എന്ന നിലയ്ക്ക് നമുക്ക് പരമാധികാരമുണ്ട്. പക്ഷേ നമ്മുടെ പരമാധികാരത്തെ മറ്റുള്ളവർ ചൂഷണം ചെയ്യാൻ, അവർക്ക് കൊണ്ട് ഈ തലച്ചോറുകൾ പണയം വയ്ക്കാൻ നിങ്ങളാരും തയ്യാറാകരുതെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്തേ.